നമ്മൾ പ്രായമായ ആളുകൾക്ക് ഉണ്ടാവുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് ഈ ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്കാണ് കണ്ടുവരുന്നത്. നമ്മളിപ്പം കുട്ടികളെയും കൺസൾട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ക്ലിനിക്കുകളിൽ. കാരണം നേരത്തെ നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഭക്ഷണം ഒന്നുമല്ല നമ്മളിപ്പോൾ കൊടുക്കുന്നത്. നമ്മൾ ഏത്തയ്ക്കാപ്പൊടി, കൂവപ്പൊടി, ഹൈ ഫൈബർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആഡഡ് ഷുഗറുള്ള പ്രോസസ്ഡ് ഫുഡ്, ഈ പറഞ്ഞ ബേബി ഫുഡുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ബേബി ഫുഡുകളിൽ ഈ പറഞ്ഞ കണ്ടന്റുകൾ കുറവാണെന്ന് മാത്രമല്ല, ആഡഡ് ഷുഗറാണുള്ളത്. വളരെ കുഞ്ഞിലെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ഈ ആഡഡ് ഷുഗർ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഗട്ടിലുണ്ടാകുന്ന ഇംബാലൻസ് വളരെ വലുതാണ്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് വളരെ കോമൺ ആയിട്ട് അലർജികൾ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കിൻഡർ ഗാർഡനിലോ അല്ലെങ്കിൽ ഒരു LKG UKG ഉള്ള സ്കൂളുകളിലോ അല്ലെങ്കിൽ LP ഉള്ള സ്കൂളുകളിലൊക്കെ പോയാൽ ആഴ്ചയിൽ ഒരു ദിവസം പല കുട്ടികൾക്കും ഇൻഫെക്ഷൻസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ജലദോഷമാണ്, അവർക്ക് തുമ്മലാണ്, പനിയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികൾക്ക് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ഭക്ഷണ രീതി തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ്. സ്നേഹം കൂടുമ്പോൾ അച്ഛനമ്മമാർ ആവശ്യത്തിലധികം ചോക്ലേറ്റ് കൊടുക്കുന്നു, ജങ്ക് ഫുഡ് കൊടുക്കുന്നു. മാഗിയൊക്കെ 1 വയസ്സും 2 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങുന്ന ഒരു ഫുഡ് കൾച്ചറുണ്ട് നമുക്ക്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഫുഡ് കൾച്ചർ അത് വളരെ തെറ്റാണ്. അത് അവരുടെ ഗട്ട് ഹെൽത്ത് വീക്കാക്കുകയും അവരെ കൂടുതൽ, ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും, അത് നിങ്ങളിപ്പോൾ ഒബ്സർവ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മളുടെ ഈ വീഡിയോ കാണുന്നവരോ അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരൊക്കെ ഒബ്സർവ് ചെയ്താൽ എന്ത് പറ്റും, കുട്ടികൾക്ക് ഇൻഫെക്ഷൻസ് വളരെ കൂടുതലായിട്ട് കാണാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് നോക്കിയാൽ, തിരിഞ്ഞു നോക്കിയാൽ അവരുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ അല്ല എന്നുള്ളതാണ്. ഗട്ട് ഹെൽത്ത് ടേക്ക് കെയർ ചെയ്താൽ അവർക്ക് ഈ പറഞ്ഞ ഇൻഫെക്ഷൻസോ ഈ പറഞ്ഞ പ്രശ്നങ്ങളോ പെട്ടെന്ന് പിടികൂടാതെ അവരുടെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും.